ഭർത്താവിൻ്റെ സഹോദരി ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ്, അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അതുകാരണം ഭർത്താവിൻ്റെ ഉമ്മ എപ്പോഴും ഞങ്ങൾ മരുമക്കളോട് ദേഷ്യത്തിലായിരിക്കും. മുഖം കറുപ്പിക്കുകയും എപ്പോഴും തട്ടിച്ചു ഓരോന്ന് കുത്തി പറയുകയും ചെയ്യും. ഇത് എനിക്ക് ക്ഷമിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ വഴക്കുകൂടി. ഒരിക്കൽ വഴക്കുകൂടിയതിനെ പറ്റിയാണ് പറയണത്. ഉമ്മയോടും സഹോദരിയോടും എല്ലാം മുഖത്തും നോക്കി പറഞ്ഞു പോയി. ഭർത്താവിൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയ ആളാണ്. ഉപ്പ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ മക്കളോട് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇമോഷണൽ ആകും. ആ പേരും പറഞ്ഞ് നല്ലവണ്ണം മുതലാക്കും. ഞാൻ അവരോട് രണ്ടുപേരോടും എല്ലാത്തിനും മാപ്പ് പറഞ്ഞു. പക്ഷേ അള്ളാഹു എന്നോട് പൊറുക്കുകയില്ലേ എന്ന് പേടിക്കുന്നു. അള്ളാഹുവിനോട് ഞാൻ എന്നും പറയുന്നത് എനിക്ക് ആരോടും ദേഷ്യമോ പിണക്കമോ ഇല്ലാതെ സ്നേഹം മാത്രം ഉണ്ടാക്കണമെന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെയാണ്. എപ്പോഴെങ്കിലുമൊക്കെ നിയന്ത്രണം വിട്ട് എന്ത് ചെയ്യും, മനുഷ്യനല്ലേ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകും. അപ്പം ഉണ്ടാകുന്ന ഒരു പിണക്കം പിന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണത്. സ്വാഭാവികമായും അന്ന് അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയി, മനുഷ്യനല്ലേ, വാക്കിലും പ്രവൃത്തിയിലൊക്കെ വന്നു പോവാം. പിന്നീട് അത് നിരന്തരമായി സംഭവിക്കുന്നു എന്നവർ പറയുന്നില്ലല്ലോ. ഒരിക്കൽ സംഭവിച്ചു പോയി, അതിനവർ മാപ്പ് ചോദിച്ചു. ഒരാൾ മാപ്പ് ചോദിച്ചാൽ മാപ്പ് കൊടുക്കുക എന്നുള്ളത് അവരുടെ ഒരു കടമയും ബാധ്യതയുമാണ്. അപ്പോൾ അത് പിന്നെ നമ്മൾ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തുക, അത്രേ ഇപ്പം അതിൽ ചെയ്യാനുള്ളൂ. പിന്നെ ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ചിട്ടും മാനസികമായി വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. ഇനി അങ്ങനെ വരാതിരിക്കാൻ പരമാവധി എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അവരായിട്ട് നല്ലൊരു ബന്ധത്തിന് വേണ്ടി ശ്രമിക്കുക. ആ ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി അവരത് മാപ്പ് തന്നിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ മുന്നോട്ട് പോകുമായിരിക്കും നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്.